അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാളത്തെ നമ്മുടെ പരീക്ഷ ലിസാനുൽ ഖുർആനാണ്. ലിസാനുൽ ഖുർആനിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള പാഠങ്ങളുടെ ഫുൾ റിവിഷൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ നിർബന്ധമായും അത് കാണുകയും ഓരോ പാഠങ്ങളും കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. 2 മോഡൽ ചോദ്യ പേപ്പറുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. മറ്റൊരു മോഡൽ ചോദ്യ പേപ്പറാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. ഒന്നാമത്തത് അജിബ് അനിൽ അസ്ഇലത്തിൽ ആതിയ. താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഇവിടെ പശുവിന്റെ ഫോട്ടോയുണ്ട്, വെണ്ടക്കയുടെ ഫോട്ടോയുണ്ട്, ആപ്പിൾ ഉണ്ട്, അതുപോലെ ഒരു പ്രാവ് മതിലിന്റെ മുകളിൽ നിൽക്കുന്നുണ്ട്. ഇനി ചോദ്യങ്ങള്. മാ ഹാദിഹി, മാ ഹാദിഹി എന്താണ് അതിന്റെ അർത്ഥം? മാ എന്ന് പറഞ്ഞാൽ എന്ത്, ഹാദിഹി എന്ന് പറഞ്ഞാൽ ഇത്. മാ ഹാദിഹി ഇത് എന്താകുന്നു? എന്താണ് അതിന്റെ ഉത്തരം? പശുവിന് നമ്മൾ എന്താണ് അറബിയിൽ പറയുക എന്ന് വിദ്യാർത്ഥികൾക്ക് അറിയണം. ബഖറത്തുൻ എന്നാണ് പശുവിന് അറബിയിൽ പറയുക. എന്തുകൊണ്ടാണോ ചോദ്യം അവസാനിക്കുന്നത്, അതുകൊണ്ടാണ് ഉത്തരം തുടങ്ങേണ്ടത്. മാ ഹാദിഹി എന്ന ചോദ്യത്തിന് നമ്മൾ ഉത്തരം എഴുതേണ്ടത് ഹാദിഹി ബഖറത്തുൻ, ഹാദിഹി ബഖറത്തുൻ. ഈ ബോക്സിൽ ഹാദിഹി ബഖറത്തുൻ എന്ന് എഴുതി കൊടുക്കണം. രണ്ടാമത്തത് മാ ദാലിക. ദാലിക എന്ന് പറഞ്ഞാൽ അത്. മാ ദാലിക എന്താണത്? എന്താണത്? വെണ്ടക്കയല്ലേ? വെണ്ടക്കക്ക് നമ്മൾ എന്താണ് അറബിയിൽ പറഞ്ഞത്? ബാമിയ. അപ്പോൾ ഉത്തരം എങ്ങനെയാണ് എഴുതേണ്ടത്? ദാലിക ബാമിയ, ദാലിക ബാമിയ. ഇനി അടുത്തത് മാ തിൽക. തിൽക എന്ന് പറഞ്ഞാലും അത് എന്ന് തന്നെയാണ് അർത്ഥം. മാ തിൽക എന്താണത്? എന്താണ് അതിന്റെ ഉത്തരം വരിക? തിൽക തുഫാഹത്തുൻ. ആപ്പിളിന് നമ്മൾ അറബിയിൽ എന്താണ് പറയുക? തുഫാഹത്തുൻ എന്നാണ്. തുഫാഹത്തുൻ എന്നുള്ളത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് തിൽക എന്നുള്ള പ്രയോഗം വന്നത്. മാ തിൽക, തിൽക തുഫാഹത്തുൻ. ഇനി അടുത്തത് ഐനൽ ഹമാമത്തു. ഹമാമത്ത് എന്ന് പറഞ്ഞാൽ പ്രാവ്. പ്രാവ് എവിടെയാണ്? പ്രാവ് എവിടെയാണുള്ളത്? പ്രാവ് മതിലിന്റെ മുകളിലല്ലേ? മതിലിന് നമ്മൾ ജിദാർ എന്നാണ് അറബിയിൽ പറയുക. പിന്നെ മുകളിൽ എന്നുള്ളതിന് അല എന്നുള്ള പ്രയോഗം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അൽ ഹമാമത്തു അലൽ ജിദാരി. എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത്? ഐനൽ ഹമാമത്തു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം അൽ ഹമാമത്തു അലൽ ജിദാരി, അൽ ഹമാമത്തു അലൽ ജിദാരി. ആ രൂപത്തിലാണ് ഇവിടെ ഉത്തരങ്ങൾ എഴുതേണ്ടത്. ഇനി രണ്ടാമത്തത് നസിലു ബിൽ മുനാസിബി ഫി അല. ഫിയും അലയും ചേർത്ത് ഇത് പൂർത്തിയാക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തെ ചിത്രം എന്താ? ഒരു കൊട്ടയില് കുറെ മാങ്ങകൾ ഉണ്ട് അല്ലെ? അപ്പൊ കൊട്ടയിൽ ഇൽ എന്നുള്ള അർത്ഥം അവിടെ കിട്ടണം. അതിനേതായിരുന്നു? ഫി എന്നുള്ള പ്രയോഗമായിരുന്നു. ഫിസ്സല്ലത്തി മാഞ്ച. കൊട്ടയിൽ മാങ്ങയുണ്ട്. ഫിസ്സല്ലത്തി. ഇനി രണ്ടാമത്തത് കണ്ടോ? തണ്ണിമത്തൻ എവിടെയാണ്? വാട്ടർമിലന് ടേബിളിന്റെ മുകളിലാണ്. മുകളിൽ എന്നുള്ള അർത്ഥത്തിന് അല എന്നുള്ള പ്രയോഗമാണ്. അല താവിലത്തി ബിത്തീഹത്തുൻ. അല എന്ന് അവിടെ എഴുതി കൊടുക്കണം. ഇനി അടുത്തത് ഡാഷ് റഅസി ഖലൻസുവ. തലയിൽ തൊപ്പിയുണ്ട്. അപ്പൊ തലയിലാണ്, മുകളിലാണ്. അല എന്നുള്ള പ്രയോഗം കൊടുക്കുക. അല റഅസി ഖലൻസുവ, അല റഅസി ഖലൻസുവ. ഇനി അടുത്തത് ഡാഷ് അൽ ജൈബി ഖലമുൻ. കണ്ടോ? കീശയിൽ പേനയുണ്ട്. അപ്പൊ ഇൽ എന്നുള്ളതിന് ഫി, ഫിൽ ജൈബി ഖലമുൻ. ഫി എന്ന് അവിടെ എഴുതി കൊടുക്കണം. ഈ രൂപത്തിൽ ഫിയും അലയും ശരിയായ സ്ഥലത്ത് കൊടുത്ത് അത് പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഇനി അടുത്തത് മൂന്നാമത്തത് നുകമ്മിലു. പൂർത്തിയാക്കാനാണ്. വീടിന്റെ ചിത്രമുണ്ട്, പിടക്കോഴിയുണ്ട്, മാങ്ങയുണ്ട്. അതുപോലെ ഒരു പെൺകുട്ടി ആൺകുട്ടിയോട് പറയാണ് ഡാഷ് ഇബ്നുൻ. ഇനി ഇവിടെ ശരിയായത് കൊടുത്ത് പൂർത്തിയാക്കുകയാണ് വേണ്ടത്. ഹാദാ ഇത് വീടാകുന്നു. വീടിന് നമ്മൾ എന്താണ് അറബിയിൽ പറഞ്ഞത്? ബൈത്തുൻ എന്നല്ലേ? ഹാദാ ബൈത്തുൻ ഇത് വീടാകുന്നു. ഹാദാ ബൈത്തുൻ, ബൈത്തുൻ എന്ന് അവിടെ എഴുതി കൊടുക്കണം. രണ്ടാമത്തത് ഡാഷ് ദജാജത്തുൻ ഇത് പിടക്കോഴിയാകുന്നു. ദജാജത്തുൻ പിടക്കോഴി, അത് സ്ത്രീലിംഗമാണ്. അപ്പോൾ ഇവിടെ ഹാദയാണോ ഹാദിഹി ആണോ ചേർക്കേണ്ടത്? ഹാദിഹി എന്നാണ്. ഹാദിഹി ദജാജത്തുൻ, ഹാദിഹി ദജാജത്തുൻ. ഹാദിഹി എന്ന് അവിടെ ചേർത്ത് കൊടുക്കണം. ഇനി അടുത്തത് ഹാദാ ഡാഷ്. മാങ്ങക്ക് നമ്മൾ എന്താണ് അറബിയിൽ പറയുക? മാഞ്ച എന്നാണ്. ഹാദാ മാഞ്ച, ഹാദാ മാഞ്ച.
ഇനി അടുത്തത് അവസാനത്തത് ഒരു പെൺകുട്ടി ആൺകുട്ടിയോട് പറയാണ് അൻത ഇബ്നുൻ, അൻത ഇബ്നുൻ, നീ ആൺകുട്ടിയാണ്. ഇനി ഇവിടെ ചോദ്യത്തിൽ നുക്കമ്മിലു എന്ന് മാത്രമാണ് തന്നിട്ടുള്ളത്. ഹാദ ഹാദിഹി എന്നുള്ള പ്രയോഗം വെച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത് എങ്കിൽ ഹാദ ഇബ്നുൻ, അൻതക്ക് പകരം ഹാദ ഇബ്നുൻ. ഇവിടെ ചോദ്യം വ്യക്തമല്ലാത്തത് കൊണ്ടാണ് രണ്ടും വിശദീകരിക്കുന്നത്. ഹാദ ഇബ്നുൻ, ഇത് ആൺകുട്ടിയാണ്. അങ്ങനെ ഹാദ ഹാദിഹി എന്നുള്ളത് കൊണ്ടാണെങ്കിൽ ഇവിടെ ഹാദ എന്നാണ് ചേർക്കേണ്ടത്. അൻത ഇബ്നുൻ, നീ ആൺകുട്ടിയാണ്. സാഹചര്യത്തിനനുസരിച്ച് ചോദ്യം നല്ല രൂപത്തിൽ മനസ്സിലാക്കി എഴുതുകയാണ് വേണ്ടത്. ഇവിടെ നുകമ്മിലു, പൂർത്തിയാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നുകമ്മിലു ബി ഹാദ ഹാദിഹി അങ്ങനെയുണ്ടെങ്കിൽ ഇവിടെ ഹാദ ഇബ്നുൻ എന്നാണ് ചേർക്കേണ്ടത്. വേർതിരിച്ച് വിദ്യാർത്ഥികൾ മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനി അടുത്തത് നസ്അലു വ നുജീബു കമാ ഫിൽ മിസാൽ. ഇവിടെ താഴെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്, അതുപോലെ ബാക്കിയുള്ളത് പൂർത്തിയാക്കാനാണ്. ചോദ്യോത്തരങ്ങൾ എഴുതുകയാണ് വേണ്ടത്. ഇവിടെ ഒരു ബക്കറ്റിൽ വെള്ളമുണ്ട്, എന്നിട്ട് ചോദിക്കാണ് ഐനൽ മാഉ, എവിടെയാണ് വെള്ളം? ഉത്തരം എന്താണ്? അൽ മാഉ ഫിദ്ദൽവി, അൽ മാഉ ഫിദ്ദൽവി, വെള്ളം എവിടെയാണ്? ബക്കറ്റിലാണുള്ളത്. ഇനി അടുത്തത് വെളുത്തുള്ളി പാത്രത്തിലുണ്ട് അല്ലെ. വെളുത്തുള്ളിക്ക് നമ്മൾ എന്താണ് അറബിയിൽ പഠിച്ചത്? സൂമ് എന്നാണ്. സൂമ്. ഇനി എവിടെയാണ് വെളുത്തുള്ളി എന്ന് ചോദിക്കണം. ഐന സൂമു, ഐന സൂമു, എവിടെയാണ് വെളുത്തുള്ളി? എന്നിട്ട് അസൂമു എന്ന് കൊണ്ട് ഉത്തരം തുടങ്ങുക. അസൂമു, പാത്രത്തിന് നമ്മൾ എന്താ അറബി പറയാ? ഇനാ എന്നാണ്. ഇൽ എന്നുള്ളതിന് ഫി എന്നുള്ള പ്രയോഗവും. അസൂമു ഫിൽ ഇനാഇ, അസൂമു ഫിൽ ഇനാഇ. ഇനി അടുത്തത് ഒരു കിതാബിന്റെ മുകളിൽ പേനയുണ്ട് അല്ലെ. പേന എവിടെയാണ് എന്നാണ് ചോദിക്കേണ്ടത്. ഐനൽ ഖലമു, ഐനൽ ഖലമു, പേന എവിടെയാണ്? ഇനി ഉത്തരം എന്താണ്? അൽ ഖലമു എവിടെയാണ്? കിതാബിന്റെ മുകളിലല്ലേ. മുകളിൽ എന്നുള്ളതിന് അല എന്നുള്ള പ്രയോഗം. അൽ ഖലമു അലൽ കിതാബി. ഇനി അടുത്തത് മാങ്ങ എവിടെയാണ്? മരത്തിന് മുകളിൽ മാങ്ങ കണ്ടോ? മാങ്ങ എവിടെയാണ്? മാങ്ങക്ക് നമ്മൾ എന്താ പഠിച്ചത്? മാഞ്ച. എവിടെ എന്നുള്ളതിന് ഐന, ഐനൽ മാഞ്ച, മാങ്ങ എവിടെയാണ്? മാങ്ങ മരത്തിന്റെ മുകളിലല്ലേ. അൽ മാഞ്ച അലഷജറത്തി, അൽ മാഞ്ച അലഷജറത്തി. ഈ രൂപത്തിൽ ചോദ്യോത്തരങ്ങൾ എഴുതുകയാണ് വേണ്ടത്. ചിത്രങ്ങൾ വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ നോക്കി മനസ്സിലാക്കിയാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തെറ്റാതെ ഉത്തരങ്ങൾ എഴുതാൻ സാധിക്കും. ഇനി അവസാനത്തെ ചോദ്യം, നളഉ അലാമത ലിസ്സഹീഹി, ശരിയായതിന് ഈ ടിക്ക് മാർക്ക്, ശരി മാർക്ക് ഇടുകയാണ് വേണ്ടത്. ഒന്നാമത്തത് ഹാദ ഇബ്നുൻ ഹാദിഹി ഇബ്നുൻ, ഏതാണ് ശരി? ഇത് ആൺകുട്ടിയാകുന്നു. അപ്പൊ ഹാദ എന്നാണോ ഹാദിഹി എന്നാണോ? ഹാദ, ഹാദിഹി എന്നുള്ളത് പെൺകുട്ടികളെ സൂചിപ്പിക്കാനല്ലേ. ഹാദ ഇബ്നുൻ ഒന്നാമത്തത് ആണ് ശരി, അതിന് ശരി മാർക്ക് ഇടുക. രണ്ടാമത്തത് ഹാദിഹി ദീകുൻ ഹാദ ദീകുൻ, ഇത് പൂവൻ കോഴിയാണ്. പൂവൻ കോഴിയാണല്ലേ. ഏതാ വേണ്ടത്? ഹാദ ദീകുൻ എന്നാണ് വേണ്ടത്. രണ്ടാമത്തതാണ് ശരി, ഹാദ ദീകുൻ. ഇനി അടുത്തത് ദാലിക തുഫാഹത്തുൻ തിൽക തുഫാഹത്തുൻ, അത് ആപ്പിളാണ്. ഏതാണ് ശരി? ആപ്പിള്. തുഫാഹത്തുൻ എന്നുള്ളത് സ്ത്രീലിംഗമാണ്, തിൽക്കയാണ് വേണ്ടത്. ദാലിക എന്നുള്ളത് പുല്ലിംഗത്തിന് ഉപയോഗിക്കുന്നതാണ്. തിൽക തുഫാഹത്തുൻ, രണ്ടാമത്തതാണ് ശരി. ഇനി അടുത്തത് ദാലിക ബാമിയ തിൽക ബാമിയ, അത് വെണ്ടക്കയാണ്. വെണ്ടക്ക പുല്ലിംഗമാണ്, ബാമിയ എന്നുള്ളത്. അപ്പോൾ ദാലികയാണ് വേണ്ടത്. ദാലിക ബാമിയ. ഇനി അടുത്തത് അൻത ഇബ്നുൻ അൻതി ഇബ്നുൻ, ഏതാ വേണ്ടത്? അൻത ഇബ്നുൻ, നീ ആൺകുട്ടിയാണ്. അൻതി എന്നുള്ളത് സ്ത്രീകളെ സൂചിപ്പിക്കുന്നതാണ്. ഈ രൂപത്തിലാണ് ലിസാനുൽ ഖുർആനിന്റെ മറ്റൊരു മോഡൽ ചോദ്യ പേപ്പർ. വിദ്യാർത്ഥികൾ ഇതെല്ലാം എഴുതി പരിശീലിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. വീഡിയോ നിർബന്ധമായും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അല്ലാഹു എല്ലാവർക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.